നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. കാലിഫോർണിയ സന്ദർശനത്തിന് തുടക്കം. താരിഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കിടെ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അയർലൻഡ്. ഇതിന്റെ ഭാഗമായുള്ള സൈമൺ ഹാരിസിന്റെ കാലിഫോർണിയ സന്ദർശനം ആരംഭിച്ചു. വില കൂട്ടും. ആൻ പോസ്റ്റ് സ്റ്റാമ്പുകളുടെ വില വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി 3 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരും. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു. അയർലൻഡിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. 86,300 രോഗികളാണ് അധികമായി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. വെടിവയ്പിൽ അന്വേഷണം. കൌണ്ടി ടൈറോണിൽ സംരക്ഷിത ഫാൽക്കണിനെ വെടിവെച്ച സംഭവത്തിൽ അന്വേഷണം. പെരഗ്രിൻ ഇനത്തിൽപ്പെട്ട ഫാൽക്കണ് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കോഴ്സ് വർക്ക് പൂർത്തീകരിക്കാൻ അനധികൃതമായി AI ഉപയോഗിച്ച വിദ്യാർത്ഥികൾ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 500-ലധികം വിദ്യാർത്ഥികളാണ് AI ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലെയറിൽ സർഫിംഗിനിടെ അപകടം. പരിക്കേറ്റ യുവാവിനെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചു. അയർലൻഡിൽ 17 ചൈൽഡ് കെയർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. തുസ്ലയുമായുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അടച്ചുപൂട്ടൽ. 3 പേർ അറസ്റ്റിൽ. കൌണ്ടി കറിയിൽ വൻ ലഹരിശേഖരം പിടിച്ചെടുത്ത് പോലീസ്. സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. സംസ്കാരം ബുധനാഴ്ച. അയർലൻഡിൽ അന്തരിച്ച മലയാളി സന്യാസിനിയുടെ സംസ്കാരം ബുധനാഴ്ച നടത്തും. കടുത്തുരുത്തി അരുണാശ്ശേരി സ്വദേശിനി സിസ്റ്റർ ജോവാൻ കുഴുവേലിൽ CSJ ആണ് അന്തരിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഇസ്ലാമാബാദിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 8 മരണം. വിവാഹ ചടങ്ങിനിടെയായിരുന്നു പൊട്ടിത്തെറി. മരണം 500 കടന്നു. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു. പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 544 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വിജയ് CBI ആസ്ഥാനത്ത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി നൽകാൻ തമിഴക വെട്രികഴകം അധ്യക്ഷൻ വിജയ് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് എത്തി. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ പുറത്ത്. ആദ്യ ട്രെയിൻ സർവീസ് അടുത്തയാഴ്ച മുതൽ. നടിയെ ആക്രമിച്ച കേസിൽ നടിക്കായി ഹാജരായ അഭിഭാഷക TB മിനിയെ വിമർശിച്ച വിചാരണ കോടതി. അരമണിക്കൂർ മാത്രമാണ് മിനി കോടതിയിലെത്തിയതെന്നും ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും കോടതി പറഞ്ഞു. കോട്ടയത്ത് KSRTCയും കാറും കൂട്ടിയിടിച്ച് 3 മരണം. നീണ്ടൂർ പ്രാവട്ടം സ്വദേശികളാണ് മരിച്ചത്. സച്ചിനെ മറികടന്ന് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കറിന്റെ റെക്കോർഡ് തകർത്ത വിരാട് കോഹ്ലി. ഏറ്റവും വേഗത്തിൽ 28,000 റൺസ് നേടുന്ന ക്രിക്കറ്റ് താരമെന്ന നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മയ്ക്ക് റെക്കോർഡ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച ഓപ്പണറായി രോഹിത് ശർമ്മ. ന്യൂസിലൻഡിനെതിരെ നടന്ന ആദ്യ ഏകദിനത്തിന് പിന്നാലെയാണ് റെക്കോർഡ് നേട്ടം. കൌണ്ടികളിൽ വാർണിംഗ്. അയർലൻഡിൽ ശക്തമായ മഴ. വടക്കൻ മേഖലയിലെ 6 കൌണ്ടികളിൽ യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു. കേരളത്തിൽ മഴ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ. നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.